ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഇതുപോലുള്ള സേഫ്റ്റി പിന്നുകളൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. പക്ഷേ ഈ ഒരു സേഫ്റ്റി പിന്നുകൾ കൊണ്ട് ഒന്നല്ല, ഒരു 100 കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സാരിയിൽ കുത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ തുണിയിലൊക്കെ കുത്തി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ എടുത്തു വെക്കുന്ന സേഫ്റ്റി പിന്നുകൾ തുരുമ്പെടുക്കാണ്ട് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന അത്രയും ദിവസത്തോളം നല്ല സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടാൽക്കം പൗഡർ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലൊന്ന് നന്നായിട്ട് ആ ഒരു എല്ലാ സേഫ്റ്റി പിന്നിലും നമുക്ക് ആ ഒരു പൗഡർ ആകത്തക്ക രീതിക്ക് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മാസക്കണക്കാണെങ്കിലും ആ ഒരു സേഫ്റ്റി പിന്നിലൊക്കെ തുരുമ്പ് കയറാണ്ട് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. പെട്ടെന്നുണ്ടാവുന്ന ചുമ, തലവേദന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മൂക്കടപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലൊരു കുരുമുളക്, നന്നായിട്ട് ഉണങ്ങിയ കുരുമുളകാണെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സേഫ്റ്റി പിന്നിലേക്ക് കുത്തിവെച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഉണക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നിങ്ങൾ സേഫ്റ്റി പിന്നിൽ കുത്തി കൊടുക്കുക. അന്നതിന് ശേഷം ഇതുപോലൊന്ന് നമുക്ക് തീ കാണിച്ചു കൊടുക്കാം. അതായത് ഒരുപാട് അങ്ങ് വെച്ച് കൊടുത്താൽ ഫുൾ ഫ്ലെയിമിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ആ ഒരു കുരുമുളക് കത്തിക്കരിഞ്ഞു പോകും. അങ്ങനെ അല്ലാണ്ട് കൊണ്ട് കുറച്ച് തീ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഇത് അടുപ്പിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ഉപയോഗിച്ചിട്ട് കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ കുരുമുളക് നന്നായിട്ട് കത്തി ആ ഒരു പുക നമുക്ക് നല്ല രീതിയിൽ തന്നെ വരണം. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ കാണിച്ചാൽ മതിയാകും. ഒരുപാട് നേരം നമ്മൾ പിടിച്ചു നിൽക്കുവാണെങ്കിൽ ആ കുരുമുളക് വേഗത്തിൽ തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം, ലൈവായിട്ട് തന്നെ ആ ഒരു കുരുമുളകിൽ നിന്നും നല്ല രീതിയിൽ തന്നെ പുക വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പുക നല്ല രീതിയിൽ തന്നെ നമ്മൾ വായു വഴിയും അതുപോലെ തന്നെ മൂക്ക് വഴിയൊക്കെ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കോൾഡ്, അതായത് മൂക്കടപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറാനും, ചുമ, ജലദോഷം, തലവേദന ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറാനുള്ള ഒരു കിടിലൻ ടിപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ ഒരു കിടിലൻ ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വൈകുന്നേരം ഇന്ന് എന്ത് സ്നാക്സ് ആണ് ഉണ്ടാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു 4 പുഴുങ്ങിയ മുട്ട മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക കേട്ടോ. ഞാൻ അത്രയും പുഴുങ്ങിയ മുട്ട കാണിച്ചെങ്കിലും ഇവിടെ ഞാൻ എടുക്കുന്നത് വെറും 4 പുഴുങ്ങിയ മുട്ടയാണ്. അത് ഇതുപോലെ ഒരു ചീസ് ഗ്രേറ്ററിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റിയൊരു കിടിലൻ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു സ്നാക്സാണ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ 4 പുഴുങ്ങിയ മുട്ടയും ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യമേ ഞാനൊരു ചെറിയ ബൗൾ അളവിലേക്ക് ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കൈപ്പിടി അളവിലേക്ക് മല്ലിയില പൊടിയായി അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പില നന്നായിട്ട് പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മീഡിയം ആയിട്ടുള്ള സവോളയും നമുക്ക് നന്നായിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടെ കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ക്യാരറ്റാണ് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ഗരം മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ഓപ്ഷനാണ്, നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിലും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് സമയത്തേക്ക് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. സമയം കൊണ്ട് നമ്മുടെ സ്നാക്സിലേക്ക് ആവശ്യമായ ബ്രെഡ് ക്രംസും ഡിപ്പൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അത് ആ 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ കുറച്ച് ഓയിലോ വെള്ളമോ ആക്കിയതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊന്ന് പിടിച്ചെടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ചീസാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ചീസ് റോളാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. ഉള്ളിൽ വെക്കുന്ന ചീസിൻ്റെ അളവ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ബോൾസായിട്ട് ഉള്ളിൽ ചീസ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ ഇഫ്താർ സ്നാക്സ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കിയ എഗ് മസാലൻ്റെ ഉള്ളിലേക്ക് ചീസ് വെച്ച് എല്ലാം കൂടെ നമുക്ക് ഇതുപോലൊന്ന് ഉരുട്ടി കുട്ടി ബോൾസാക്കിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ എഗ് ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലേക്ക് മൈദപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലേക്ക് കോൺഫ്ലവർ മാവും കൂടിയാണ് കേട്ടോ. കറക്റ്റ് അളവിന് എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ 4ാമത്തെ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു ബാറ്റർ കൺസിസ്റ്റൻസിക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എഗ് ചീസ് ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് ഡിപ്പ് ചെയ്യാനുള്ള നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് ഒറിഗാനും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു വീഡിയോ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററും അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ എഗ് ചീസ് ബോൾസ് നമ്മൾ റെഡിയാക്കിയ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ നമ്മുടെ എഗ് ചീസ് ബോൾസൊക്കെ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കിടിലൻ ഇഫ്താർ സ്നാക്സ് ആണ് കേട്ടോ ഇത്. ഉറപ്പായിട്ടും നിങ്ങളും വീട്ടിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. അത്രത്തോളം നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളും വീട്ടിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് അളവിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മൾ ചതച്ച് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 കർപ്പൂരമാണ്. അത് ചെറിയ സൈസ് ആയതുകൊണ്ടാണ് ഞാൻ 2 കർപ്പൂരം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 മതിയാകും. അതും കൂടെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കിടിലൻ ടിപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ജോലികളൊക്കെ നമുക്ക് എളുപ്പമാകുന്ന ഒരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഒരു വെള്ളം നമുക്ക് ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ഒരു 10 മിനിറ്റ് സമയത്തേക്കെങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ ഒരു വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ നാപ്തലിൻ ബോളിൻ്റെയും ഒക്കെ ആ ഒരു എസെൻസ് നല്ല രീതിയിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് സിന്തറ്റിക് വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. സിന്തറ്റിക് വിനെഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നെല്ലാം കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ മീഡിയമായിട്ട് ഒന്ന് ആറിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഫിൽറ്റർ ചെയ്തൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കിടിലൻ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ക്ലീനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള വുഡൻ ഫർണിച്ചറൊക്കെ നല്ല രീതിയിൽ നല്ല പളപളാന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു സോക്സ് ഉണ്ടെങ്കിൽ ആ ഒരു സോക്സ് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വെള്ളത്തിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. മുക്കിയെടുത്ത സോക്സ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചൂലിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ജോലി തിരക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ വയ്യാണ്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അടിച്ചോരുക അതുപോലെ തന്നെ വീട് തുടയ്ക്കുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. മാത്രമല്ല ഡസ്റ്റ് അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു സോക്സ് നല്ല രീതിയിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി ഒരു ചൂല് ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ക്ലീനിങ് ഒക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. മെയിനായിട്ട് നമ്മുടെ ചുമരിലൊക്കെ കയ്യെത്താത്ത ദൂരത്തുണ്ടാകുന്ന ഡസ്റ്റും കാര്യങ്ങളും മാറാലയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ചൂലിൽ സോക്സ്, അതും നനഞ്ഞ സോക്സ് നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ വെളുത്തുള്ളി കർപ്പൂരമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ പിന്നീട് മാറാലയും അതുപോലെ തന്നെ 8 കാലികളുടെയും പല്ലികളുടെയും ശല്യം നമുക്ക് നമ്മുടെ ചുമരിലൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഈ ഒരു ചൂല് ഉപയോഗിച്ച് ഇതുപോലെ നമ്മുടെ തറയൊക്കെ നമുക്ക് ഒറ്റയടിക്ക് അടിച്ചു വരികയും അതുപോലെ തന്നെ തുടയ്ക്കുന്ന ജോലിയും കൂടെ കഴിച്ചെടുക്കാവുന്നതാണ്. കാരണം നമ്മൾ ഈ ഒരു സോക്സ് നല്ല രീതിയിൽ തന്നെ ആ ഒരു വെളുത്തുള്ളിയും കർപ്പൂരം ഇട്ട വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡസ്റ്റ് അലർജി ഉള്ളവർക്കാണെങ്കിൽ ഒരു പ്രശ്നവും കൂടാണ്ട് വീടിൻ്റെ മുക്കും മൂലയും ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു സൊല്യൂഷൻ്റെ മണം ഏറ്റുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊതുകിൻ്റെ, പല്ലിയുടെ, പാറ്റയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. വീട് നല്ല രീതിയിൽ തന്നെ ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ ടിപ്പാണ്. മാത്രമല്ല വീട്ടിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും. നല്ലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ ഒരു കർപ്പൂരത്തിൻ്റെയും വെളുത്തുള്ളിയുടെ സ്മെല്ല് സഹായിക്കും. ഉറപ്പായിട്ടും നിങ്ങളും ഇനി വീട്ടിൽ ഇതുപോലെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് നേരം നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുന്നവർ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ടിഷ്യൂ പേപ്പർ.
ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൈയൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു കവർ അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന് പകരമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഇതുപോലൊരു സേഫ്റ്റി പിന്നിൽ നമ്മൾ കുത്തിയിട്ടതിന് ശേഷം നമ്മൾ കിച്ചണിൽ എവിടെയാണോ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് കുത്തിവെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ ഞാൻ കിച്ചണിൽ ഇതുപോലെയാണ് കേട്ടോ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സുകളും ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.